പൊതുവെ ശാസന ആരും ആഗ്രഹിക്കുന്നില്ല. സ്വന്തം ഇഷ്ടത്തിനും സ്വന്തം ഇച്ഛയ്ക്കും അനുസാരമായി ജീവിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. പലപ്പോഴും പറയുന്നത് കേൾക്കുക തന്നെ വളരെ പ്രയാസമുള്ളൊരു ലോകത്തിലാണ് നാം എത്തിയിരിക്കുന്നത്. എന്നാൽ സദൃശ്യവാക്യം 15-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം, ശാസനയെ കൂട്ടാക്കുന്നവനോ വിവേകിയായിത്തീരും. അതെ, ശാസനയെ കേട്ട് അതിനനുസരിച്ച് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും തയ്യാറായിത്തീരുമ്പോൾ അങ്ങനെയുള്ള വ്യക്തിയുടെ വഴി അനുഗ്രഹവും സമാധാനവും നന്മയ്ക്ക് കാരണവും ആയിത്തീരും. എന്നാൽ പലപ്പോഴും നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിൽ അങ്ങനെ ശാസനയെ ഉൾക്കൊണ്ട് നമുക്ക് ജീവിക്കുവാൻ കഴിയാറില്ല. സദൃശ്യവാക്യം 16-25, ചിലപ്പോൾ ഒരു വഴിയിൽ മനുഷ്യന് ചൊവ്വുള്ളതായി തോന്നും, അതിൻ്റെ അവസാനമോ മരണവഴി അത്രേ. പല വഴികളും നമ്മളുടെ സ്വന്തം ഇഷ്ടപ്രകാരം നാം ചിന്തിക്കുമ്പോൾ, ആലോചിക്കുമ്പോൾ ചൊവ്വുള്ള വഴികളായി, അനുഗ്രഹത്തിൻ്റെ വഴികളായി നമുക്ക് തോന്നിയെന്ന് വന്നേക്കാം. എന്നാൽ അതിൻ്റെ അവസാനം മരണവഴികളോ കഷ്ടത്തിൻ്റെയോ അപകടത്തിൻ്റെയോ പ്രയാസത്തിൻ്റെയോ വഴികളായി തീരും എന്ന് നാം മറന്നു പോകരുത്. അതുകൊണ്ടാണ് ദൈവഭക്തനാകുന്ന ദാവീദ് തൻ്റെ ഒരു സ്വഭാവം ഇവിടെ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. 141-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാം വാക്യം, നീതിമാനെ അടിക്കുന്നത് ദയ, അവൻ എന്നെ ശാസിക്കുന്നത് തലയ്ക്ക് എണ്ണ, എൻ്റെ തല അതിനെ വിലക്കാതിരിക്കട്ടെ. ഇനി അവർ ചെയ്യുന്ന ദോഷങ്ങൾക്കെതിരെ എനിക്ക് പ്രാർത്ഥനയേ ഉള്ളൂ. നീതിമാൻ എന്നെ അടിക്കുന്നത് ദയ, അവൻ എന്നെ ശാസിക്കുന്നത് തലയ്ക്ക് എണ്ണ. അതെ, നീതിമാനായവൻ ഒരിക്കലും ദോഷത്തിന് കാരണമാകത്തക്കവണ്ണം ഒരുവനെ അടിക്കുകയോ ഉപദേശിക്കുകയോ ശാസന നൽകുകയോ ചെയ്യാറില്ല. അപ്പോൾ നീതിമാൻ ചെയ്യുന്നത് ദൈവാലോചനയ്ക്കനുസരിച്ചുള്ളതായിരിക്കും. നീതിമാൻ എന്നാൽ നീതിയുള്ള വ്യക്തി. അതെ, ദാവീദ് ഒരിക്കൽ ഒരു പാപത്തിൻ്റെ തെറ്റിൽ അകപ്പെടുവാനിടയായി തീർന്നു. ദൈവം നാഥാൻ പ്രവാചകനെ ദാവീദിൻ്റെ അടുക്കലേക്ക് അയച്ചു. അവൻ്റെ തെറ്റുകളെ സ്ഥിരീകരിച്ചു. അവനെ പാപബോധം വരുത്തി ദൈവസന്നിധിയിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. അവൻ ശാസനയെ കൂട്ടാക്കി അതൊരു ഉപദേശമായി ഏറ്റെടുക്കുവാനിടയായി തീർന്നു. അങ്ങനെ ദൈവസന്നിധിയിൽ മാനസാന്തരമുള്ളവനായി തീരുവാൻ തനിക്ക് ഇടവന്നു. ദൈവവചനം ഇങ്ങനെ പറയുന്നു, കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്നതുപോലെ നിങ്ങളോട് ഞാൻ സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ. അതെ, ദൈവം നമുക്ക് നൽകുന്ന ജീവിത സാഹചര്യങ്ങൾ ദൈവസന്നിധിയിൽ അനുസരണമുള്ളവരായി, വിവേകമുള്ളവരായി, ശാസനയെ ഇഷ്ടപ്പെടുന്നവരായി, ദൈവഹിതത്തിനനുസാരമായി നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.